നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് പിണറായി വിജയൻ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ചില മറുപടികളൊക്കെ കൊടുത്തു. ഈ രക്ഷാപ്രവർത്തനം പോലെ ഓരോ വാക്കുകൾ പിണറായി കണ്ടുപിടിക്കും, അതിലൊരു സമർത്ഥനാണ്. കഴിഞ്ഞ ദിവസം ഇഡിയുടെ കാറ് തല്ലിപ്പൊളിച്ചതൊക്കെ സമാധാന സമരമെന്നാണ് പിണറായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. മകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. മുൻപൊക്കെ മകൾക്കെതിരെയുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ ധാർഷ്ട്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വലിയ ധാർഷ്ട്യമൊന്നുമില്ല. കൊമ്പൊടിഞ്ഞ ഒരു പിണറായിയാണ് കണ്ടത്. പറയുന്നുണ്ട് മകളുടെ ഒരു അക്കൗണ്ട് പൂട്ടി, അങ്ങനെ കൂടുതൽ നമ്പറൊന്നുമില്ല എന്നൊക്കെയുള്ള ചില മറുപടികൾ പിണറായി നൽകുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ ഈ പിണറായി പറഞ്ഞ പോലെ സമാധാന സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ കോടതി എടുത്തകത്തിട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ തയ്യാറായില്ല. ഇവിടെ അന്വേഷണം ശക്തമാകുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ. ഇപ്പോൾ മകൾക്ക് വീണ്ടും ഹാജരാകുന്നതിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില നീക്കങ്ങളിലേക്ക് ഇഡി കടക്കുമ്പോൾ ഒന്ന് വെട്ടി വിയർക്കുന്ന പിണറായിയെ നമ്മളിന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ കണ്ടു. ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സോടെ നമുക്കൊന്ന് തുടങ്ങാം. പിണറായി വിജയൻ നല്ലൊരു അച്ഛനാണ്. നമ്മൾ ഈ പിണറായി വിജയനെ കാണുമ്പോൾ കേരളത്തിൽ കുറേയേറെ അച്ഛന്മാരില്ലേ, ഈ പല അപ്പന്മാരെയും എടുത്ത് കിണറ്റിലിടാൻ തോന്നും. കാരണം ഒരു മകൾക്ക് വേണ്ടി ഇങ്ങനെ നിലയുറപ്പിക്കുന്ന ഒരു അപ്പൻ, അത് വീണ വിജയനെ സംബന്ധിച്ച് വലിയൊരു കരുത്താണ്. വീണ തൈക്കണ്ടിയിൽ വീണ. പിണറായി വിജയന് മകളെന്ന് പറഞ്ഞ വലിയൊരു വീക്ക്നെസ്സാണ്. അത് നമ്മൾ സമ്മതിക്കണം. ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ പിണറായിയെ നമ്മൾ അക്കാര്യത്തിൽ അനുമോദിക്കണം. മകൾക്ക് ഏത് സംരക്ഷണം നൽകാനും തയ്യാറായി നിൽക്കുന്ന ഒരു അച്ഛൻ. അതിൻ്റെ ഒരു അനന്തര ദുരന്തമായി ഇപ്പോൾ പിണറായി അനുഭവിക്കുന്നത്. ഈ മകള് വലിയ അംബീഷ്യസ് ആയിരുന്നു. അപ്പം മകൾക്ക് ഒരു IT കമ്പനി, നേരത്തെ രവി പിള്ളയുടെ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ടെക്നോ പാർക്കിൽ, IT ഫേം. അവിടെ ഒരു കഷ്ടിച്ച് 1 വർഷമൊക്കെ ജോലി ചെയ്തുള്ളൂ. രവി പിള്ളയായിട്ട് പിണറായി വിജയൻ്റെ സൗഹൃദം ഉപയോഗിച്ച് അവിടെ ഒരു ഉയർന്ന പദവിയാണ് വീണ വിജയന് നൽകിയത്. പക്ഷേ ഈ ITയെക്കുറിച്ച് വലിയ വെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രവി പിള്ള എന്ത് ചെയ്തു, രവി പിള്ളയുടെ കമ്പനിയിലെ ഒരു സൈഡിലേക്ക് വലിയൊരു ക്യാബിനൊക്കെ കൊടുത്തിരുത്തി. ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണ വീണ വിജയനില്ല. കമ്പനി എങ്ങനെയൊക്കെയോ പ്രവർത്തിക്കുന്നു, താൻ അവിടെ അതിൻ്റെ വലിയ ആളാണ്, ശമ്പളം കിട്ടുന്നുണ്ട്. അങ്ങനെ ആദ്യ മാസപ്പടി വീണ വിജയന് നൽകിയത് രവി പിള്ളയുടെ കമ്പനിയാണ്. അങ്ങനെ മാസപ്പടിയുടെ ഒരു സുഖം കിട്ടി. അപ്പോൾ വീണയ്ക്ക് വലിയൊരു മോഹം, രവി പിള്ള സെറ്റ് ചെയ്തിരിക്കുന്ന ഈ IT കമ്പനിയേക്കാൾ വലിയൊരു കമ്പനി സ്വന്തമായിട്ടുണ്ടാക്കിയാൽ എന്താ കുഴപ്പം, ഞാൻ പിണറായി വിജയൻ്റെ മകളല്ലേ, നല്ലതാണ്. കാരണം അതൊരു ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ മന്ത്രിപുത്രന്മാരും മന്ത്രിപുത്രിമാരൊക്കെ നടത്താറുണ്ട്. അങ്ങനെ എക്സാലോജിക്. അപ്പോൾ അത് കേരളത്തിൽ തുടങ്ങിയാൽ കുഴപ്പമാണ്. കാരണം ഇവിടെ ഈ ലോക്കലി മലയാളികൾ ഇതേ കയറി മാന്തും. ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ വിജയൻ്റെ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മ് പോരാ. ചെന്നൈയിൽ ഈ തമിഴ് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. പിണറായിയുടെ ഒരു കാലങ്ങളായി സഹോദര സ്ഥാനത്തുള്ള ഒരാളവിടെ ഭരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ബംഗളൂരു, അതാകുമ്പോൾ കുറച്ച് കാലാവസ്ഥ കൊണ്ടും ആഡംബരം കൊണ്ടുമൊക്കെ സമർത്ഥമായൊരു സ്ഥലമാണ്. അങ്ങനെ ബംഗളൂരുവിലെത്തി എക്സാലോജിക് തുടക്കം. പക്ഷേ AKG സെൻറ്ററിലാണ്. അതിൻ്റെ ആദ്യ രജിസ്ട്രേഷൻ AKG സെൻറ്ററിലാണ്. കാരണം അവിടെ ആരും കയറി അങ്ങനെ മാന്തില്ല എന്ന് പിണറായിക്കും മകൾക്കും അറിയാം. എക്സാലോജിക്ക് തുടങ്ങുന്നു. ഈ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിന് ഒരു നിക്ഷേപം വേണം, അതിന് മാസം ചിലവുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഈ വിമർശിക്കുന്നവർക്കറിയില്ല. പിണറായി വിജയൻ്റെ മകളാണത്, മനസ്സിലാക്കണം. അപ്പോൾ അപ്പനോട് പറഞ്ഞു ഇങ്ങനെ കമ്പനിയുടെ വളർച്ചയ്ക്ക് പണം വേണം, കമ്പനി കൈകാര്യം ചെയ്യുന്നതിൽ ഇത് വേണം എന്നൊക്കെ. പിണറായി വിജയൻ ഒരു കാര്യത്തിൽ സമ്മതിക്കണം. പിണറായി വിജയൻ ഈ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മകളുടെ കമ്പനിക്ക് വേണ്ടി പൂർണ്ണമായി ബാങ്ക് ട്രാൻസാക്ഷനിലൂടെയാണ് ഈ 2,75,00,000 രൂപ വാങ്ങിയെടുത്തത്. അപ്പം മാസം ഒരു മെയിൻ്റെനൻസ്, അതൊക്കെ കൺസെപ്റ്റൊക്കെ നല്ലതായിരുന്നു. പക്ഷേ കമ്പനി നടത്തി അറിഞ്ഞം പുറഞ്ഞം പൊളിഞ്ഞു. കൺസെപ്റ്റ് ഗംഭീരമായിരുന്നു. കാരണം പിണറായി വിജയൻ അതിൽ കൂടുതലൊന്നും മകളെ ഉപദേശിക്കാൻ പറ്റത്തില്ല. നിൻ്റെ കമ്പനിയുടെ പേരിൽ മാസം പണം തരുന്നത് പോലെ ഒരു കരാർ ഉണ്ടാക്കുക. കരിമണൽ കർത്തയുടെ CMRL മാസം പണം തരും. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു വർക്ക് ട്രാൻസാക്ഷൻ മോഡ് അതിലുണ്ടാക്കണം. കാരണം അത് ജസ്റ്റിഫയബിൾ ആയിരിക്കണം. നന്നായിട്ട് ഉപദേശിച്ചു പിണറായി. പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ വീണയ്ക്ക് അറിയില്ല. വീണ രവി പിള്ളയുടെ കമ്പനിയിൽ ഇരുന്നാലും വർക്ക് ചെയ്തിട്ടില്ല, വേറൊരു കമ്പനിയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ ഈ പണം മേടിക്കുമ്പോൾ അതിനുള്ളൊരു സർവീസ് ചെയ്യണം. സർവീസ് ഒന്നും ചെയ്യണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ സർവീസ് ചെയ്തു എന്ന് തെളിയിക്കാൻ കുറച്ച് സ്റ്റാഫിൻ്റെ ഇതൊക്കെ ഒരു വൗച്ചർ ഒപ്പിട്ട് മേടിക്കുക, കുറേ
സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ബില്ല് മേടിച്ച് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക, അതിന് കുറച്ച് ടാക്സൊക്കെ അടയ്ക്കുക. അങ്ങനെ ഫയൽ വർക്കെങ്കിലും പെർഫെക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്തരം ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടില്ലായിരുന്നു. വീണ ഇത് വളരെ സുഖകരമായി നോക്കി. മാസം മാസം പൈസ വരുന്നു, അതെടുത്ത് ബാങ്കിലിട്ടു, അത് ഇഷ്ടം പോലെ ചിലവഴിച്ചു, ആഡംബര സമൃദ്ധമായി ജീവിച്ചു. എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെഡ് CEO ആയിട്ട് നിൽക്കുന്നു. തൻ്റെ കമ്പനിയാണ്. അപ്പോൾ അതിന് ലോകം മുഴുവനൊന്ന് ചുറ്റാൻ പറ്റും. പിന്നെ വലിയ ലേബലുണ്ടല്ലോ, അപ്പൻ മുഖ്യമന്ത്രി, ഭർത്താവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അങ്ങനെ സുഖകാലം. പക്ഷേ ഇതിനിടയിൽ പിണറായി വിജയൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും പാർട്ടി ചുൽപ്പിടിയിലാക്കിയ കളികളുമൊക്കെ കണ്ട് വീണ വളരെ സംരക്ഷണ കവചത്തിൽ വളർന്നൊരു കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. പക്ഷെ പിണറായി വിജയൻ അങ്ങ് കൊഞ്ചിച്ച് ഈ കാര്യപ്രാപ്തി ഇല്ലാതാക്കി. കാര്യപ്രാപ്തിയുള്ള വലിയ മിടുക്കി എന്നൊക്കെയാണ് പിണറായി വിജയൻ സ്വപ്ന സുരേഷിനോട് പണ്ട് പറഞ്ഞത്. കാരണം സ്വപ്നയോട് പറഞ്ഞത് ആഗോളതലത്തിൽ പ്രശസ്തമാകുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയാകുമെന്ന് ഈ വീണ വിജയൻ. സ്വപ്ന സുരേഷിന് ആദ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സ്വപ്ന അല്പം ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയെല്ലാം പോയി. സ്വപ്ന രക്ഷപ്പെട്ടു. അന്ന് പല ഡീലുകളും ഈ കോവളം കൊട്ടാരത്തിലും കോവളം കൊട്ടാരം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ലീല ഗ്രൂപ്പിൻ്റെ റാവിസിലും ഗസ്റ്റ് ഹൗസിലും ക്ലിഫ് ഹൗസിലൊക്കെ ആയിട്ട് ഉറപ്പിക്കാൻ അന്ന് വീണ വിജയന് കഴിഞ്ഞു. ഇതൊരു മാസപ്പടി, ഇതുപോലെ പല മാസപ്പടി മന്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒഫീഷ്യലി ബാങ്ക് ത്രൂ വരുന്നതാണ്. മറ്റുള്ളതൊക്കെ ഈ പാക്കറ്റായിട്ട് വരുന്നതാണ്. എളുപ്പമുണ്ട്, അത് എവിടെയെങ്കിലും അടുക്കി വെച്ചാൽ മതി. അങ്ങനെ വളരെ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന വീണ പെട്ടെന്ന് ഈ ആദായ നികുതി വകുപ്പിൻ്റെ കുരുക്കിൽ വീണു. ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ഓഡിറ്റിങ്ങിൽ വീണപ്പെട്ടു, എക്സാലോജിക് പെട്ടു. പക്ഷെ അപ്പോഴും പരിഹരിക്കാമായിരുന്നു. പെട്ടെന്ന് ടാക്സൊക്കെ അടച്ച് പേപ്പർ വർക്കൊക്കെ പ്രോംപ്റ്റാക്കി ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് തന്നെ അങ്ങനെ കയറി മാന്തില്ല എന്ന് വീണ അഹങ്കരിച്ചു. പിന്നീട് കുരുക്കുകളെല്ലാം മുറുകി. ഇതിൻ്റെ ഏറ്റവും ഒടുവിലെ ഒരു ഭീകര കാഴ്ചയായിരുന്നു ED റെയ്ഡ്. അത് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ മഹാദുരന്തം. നമുക്ക് ഇന്നത്തെ അപ്ഡേഷനിലേക്ക് ഇനി വരാം. ഇന്ന് രാവിലെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊച്ചി ED ആസ്ഥാനത്ത്. ആ റിവ്യൂ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ക്രോഡീകരിച്ച് അവർ ഇതൊരു സമഗ്ര റിപ്പോർട്ടാക്കി. ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ ഡൽഹിയിൽ ED ആസ്ഥാനത്തേക്ക് അയച്ചു. ED പെർമിഷൻ ഇന്നോ നാളെയോ കൊടുക്കും. ഈ പെർമിഷൻ കിട്ടിയാൽ വീണ വിജയനെ വിളിച്ച് ഇൻട്രോഗേറ്റ് ചെയ്യണം, അതായത് ചോദ്യം ചെയ്യണം. ആളുകൾ പറയുന്നത് മൊഴി രേഖപ്പെടുത്തേണ്ട ഘട്ടം കഴിഞ്ഞു. മൊഴിയൊക്കെ രേഖപ്പെടുത്തി അതിനുശേഷം പ്രാഥമിക പരിശോധനകൾ നടത്തി വീണ വിജയനുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികൾ മുഴുവൻ രേഖപ്പെടുത്തി. CMRലെ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തി. CMRലിൻ്റെ കമ്പനി രേഖകൾ പരിശോധിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും അവർ ക്രോഡീകരിച്ചു. എല്ലാറ്റിനും ഒടുവിലാണ് ഈ കഴിഞ്ഞ ദിവസം, ഒരു ദിവസം മുമ്പ് നടന്ന വിശാലമായ റെയ്ഡ് 12 ഇടങ്ങളിൽ. ആ റെയ്ഡിൽ ഏകദേശം 250ഓളം രേഖകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു. നമുക്കറിയാം 242 അക്കൗണ്ടുകളിൽ നിന്നായി 18.36 കോടി രൂപ മരവിപ്പിച്ചു. ഇനി റെയ്ഡ് സംബന്ധിച്ച് ED ഡയറക്ടറേറ്റിന് ഈ വിശദമായ റിപ്പോർട്ട് നൽകിയാൽ ED ഡയറക്ടറേറ്റ് ചില പെർമിഷൻസ് കൊടുക്കാനുണ്ട്. അതിലൊന്ന്, വീണ വിജയൻ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകളാണ്, അവരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി. പക്ഷേ ഇനി ചോദ്യം ചെയ്യുകയല്ല. ചോദ്യം ചെയ്യാനാണെങ്കിൽ ആസ് യൂഷ്വൽ റെയ്ഡിൻ്റെ ഭാഗമായുള്ള ആ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും മതിയായിരുന്നു. ഇനി വിളിപ്പിച്ച് വരുത്തുന്നത് ഒരു അറസ്റ്റ് നടപടിയിലേക്കാണ്. ഈ അറസ്റ്റ് നടപടി ഏതെങ്കിലും തലത്തിൽ തടയാൻ കഴിയുമോ എന്ന ഒരു പരക്കം പാച്ചിലില്ല പിണറായി വിജയനും കൂട്ടരും. ഡൽഹിയിൽ ബ്രിട്ടാസ്, KV തോമസ് ഒക്കെ BJP ഉന്നതരുമായി ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തുന്നു എന്ന വിവരം കിട്ടുന്നു. കാരണം ഇതൊരു പെൺകുട്ടിയുടെ ജീവിതം സംബന്ധിച്ച പ്രശ്നമാണ്. വീണ വിജയനെ ED ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുത്താൽ അത് പിണറായി വിജയൻ എന്ന അച്ഛന് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് CPMൻ്റെ മുതിർന്ന നേതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. മറ്റൊരു തമാശ കൂടി ഇന്ന് നമ്മൾ കേട്ടു ഒരു റിപ്പോർട്ടിൽ. അതായത് വീണ വിജയൻ്റെ കയ്യിൽ നിന്ന് സ്വകാര്യ ഫോൺ പിടിച്ചെടുത്തിരുന്നു. മറ്റ് ഇടങ്ങളിൽ നിന്ന് പല കമ്പ്യൂട്ടറുകളും ഫോണുകളുമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ ഈ ഫോണിൽ പ്രതീക്ഷിക്കുന്നു. ഈ ഫോണിൻ്റെ ലോക്ക് എടുക്കാൻ ഫോറൻസിക്കിനെ സമീപിച്ചിരുന്നു ED ഇന്നലെ.
പക്ഷേ എടുക്കാൻ കഴിയുന്നില്ല. ഇതൊരു ഫോറൻസിക്കിന് പോലും പൊട്ടിക്കാൻ കഴിയാത്ത ഒരു ലോക്കായി മാറ്റിയിരിക്കുകയാണ് വീണ വിജയൻ്റെ ഈ ഫോണ്. ഇപ്പോൾ ED കണക്ക് കൂട്ടുന്നത് നാളെയല്ല മറ്റന്നാൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഫോണിൻ്റെ ലോക്ക് എടുപ്പിക്കുക എന്നാണ്. ലോക്ക് എടുപ്പിച്ച് ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ കോറിലേറ്റ് ചെയ്തുള്ള ചോദ്യം ചെയ്യൽ നടത്തുക, അറസ്റ്റ് ചെയ്യുക. അപ്പോൾ പരിപൂർണമായി തെളിവുകൾ ശേഖരിച്ചു എന്ന് ED അവരുടെ പത്രക്കുറിപ്പിൽ തന്നെ പറയുന്നു. മറുവശത്ത് വിശദമായ തെളിവുകളോടെയാണ് ഇന്ന് ഡൽഹിയിലെ ED ആസ്ഥാനത്തേക്ക് അവർ ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞ EDയുടെ ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു. വീണ വിജയനുമായി ബന്ധപ്പെട്ട നിർണായകമായ പല തെളിവുകളും EDയുടെ പക്കലെത്തിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഉള്ള ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്, വീണ പൂർണ്ണമായും അഴിക്കുള്ളിലേക്ക് പോകും എന്നുറപ്പിക്കാം. കാരണം ഇത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് വളർന്നിരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും പൂർണ്ണമായും മനസ്സിലാക്കി. ഇന്ന് സതീശൻ്റെ പത്രസമ്മേളനം നമ്മൾ കേട്ടു. അതിൽ സതീശൻ വളരെ കൗശലത്തോടെ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്ന്, CMRL ഒരു വലിയ കമ്പനിയാണ്, കർത്തയെ ഞങ്ങൾക്കെല്ലാം അറിയാം, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന് തൊട്ടടുത്തുള്ള ഒരു കമ്പനിയാണ് CMRL. കർത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും സംഭാവനകൾ കൊടുക്കും, രാഷ്ട്രീയ പാർട്ടികളൊക്കെ കർത്തയിൽ നിന്ന് സംഭാവന മേടിക്കും. പക്ഷേ വീണ വിജയൻ്റേത് ഒരു പ്രത്യേക കേസാണ്. കാരണം സതീശൻ്റെ തന്നെ വാക്കുകളിൽ വീണ വിജയൻ മാസപ്പടിയായി ചെയ്യാത്ത സേവനത്തിന് സേവനമെന്ന പേരിൽ പണം വാങ്ങി. അപ്പോൾ ഇത് ഒരു തരത്തിലും ജസ്റ്റിഫയബിൾ അല്ല, ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പണം വാങ്ങിയെങ്കിൽ അവർ ബ്ലാക്കായിട്ട്, അതായത് പണമായിട്ട് തന്നെ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ ബാങ്കിലൂടെ വിട്ടതൊന്നും കാട്ടിയില്ല. പക്ഷെ പിണറായി വിജയൻ്റെ ആ ഒരു ആത്മവിശ്വാസം തകർന്നു. ബാങ്കിലൂടെ വാങ്ങിയ വീണ വിജയൻ അഴിക്കുള്ളിലേക്ക് പോകുന്നു. മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെ കുരുക്കുക അത്ര എളുപ്പവുമായിരിക്കില്ല. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ CPM-നൊക്കെ ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിലുള്ളത് നമ്മൾ മുൻപ് സംസാരിച്ചത് തന്നെയാണ്. ഈ പിണറായി വിജയൻ്റെ വായിൽ നിന്ന് പോയ ചില വാക്കുകളുണ്ട്, അത് കുടുംബത്തിന് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു നീക്കങ്ങളിലേക്ക് ED കടക്കുമോ എന്നുള്ളതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മകളുടെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി, അതിൻ്റെ അഡ്രസ്സ് AKG സെൻറ്റർ. മറ്റൊരു കാര്യം പിണറായി വിജയൻ പറഞ്ഞത് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് ആ കമ്പനി തുടങ്ങാനുള്ള പണം കൊടുത്തത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ കമലയിൽ നിന്നാണ്, പെൻഷൻ കാശാണ് എന്ന് പറയുന്നുണ്ട്. ഇതിന് മാത്രം പെൻഷൻ ഇത് എവിടുന്ന് കിട്ടുന്നു എന്നറിയില്ല, ബംഗളൂരു പോലൊരു നഗരത്തിൽ ഒരു IT കമ്പനി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അത് പിന്നീട് ഈ അന്വേഷണത്തിൽ ഒരു കുരുക്കാകുമോ? അങ്ങനെയാണെങ്കിൽ ഈ കമല വിജയനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ്. അല്ല, പിണറായി വിജയൻ പറഞ്ഞ ആ ഭാഗം പൂർണ്ണമായും ശരിയാണ്. ഒരു മക്കളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ സഹായിക്കും. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ചെറുപ്പക്കാരൊരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങുമ്പോൾ അമ്മയുടെ കെട്ടുതാലി ഒഴിച്ച് ബാക്കിയൊക്കെ ഈ മകൻ അല്ലെങ്കിൽ മകൾ കൊണ്ട് ഈ പണയം വെച്ച കഥയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിവുള്ള മക്കൾ അതൊക്കെ ഒന്നിന് പകരം 10 തിരികെ തിരിച്ചു കൊടുക്കും. ഇനി കഴിവില്ലാത്ത മക്കളോ ഇതൊക്കെ പണയത്തിൽ നഷ്ടപ്പെട്ട് ധൂർത്തപുത്രനായി അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ വീട്ടിൽ കയറി വന്ന് അവിടെയുള്ള ബാക്കി സ്വത്തും വിപ്പിച്ച് ആ കുടുംബം പണ്ടാരം അടക്കും. ഇവിടെ വീണ വിജയന് തൻ്റെ പെൻഷനും തൻ്റെ ബാക്കിയിരിപ്പും ഒക്കെ കമല നൽകിയെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പെൻഷൻ വാങ്ങി അത് സൂക്ഷിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ് പിണറായി വിജയൻ്റെ ഒരു മഹത്വം. കാരണം ഭാര്യയുടെ പണം സൂക്ഷിച്ച് വെച്ച് മകളുടെ ഒരു ഭാവി ആവശ്യത്തിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ വീട്ടിലെ ചിലവൊക്കെ നോക്കുന്ന പിണറായി വിജയൻ്റെ ഒരു കരുത്ത് അവിടെ കാട്ടുന്നു. പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. KK ശൈലജ ഒരിക്കൽ പറഞ്ഞിരുന്നു, പിണറായി വിജയൻ ശമ്പളമൊന്നും വാങ്ങുന്നില്ല, ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് വീട്ടിലെ ചിലവ് കഴിയുന്നത്, വളരെ ബുദ്ധിമുട്ടിയാണ് എന്നൊക്കെ. അപ്പോൾ ഇത്രയധികം നീക്കിയിരിപ്പ് കമലയുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയൻ അഭിമാനിക്കാം. കുടുംബം നോക്കി നടത്തുന്നു. ഒരുപാട് നാട്ടിൽ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ കാണുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലെന്ന പേരിൽ കുടുംബത്തിൽ നിന്ന് സ്വത്ത് വിപ്പിച്ച് കുടുംബം മുടിപ്പിച്ച് നടക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് പിണറായി വിജയൻ. കാരണം നാട്ടുകാർക്ക് കുടുംബത്തിൻ്റെ പൈസ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നാട്ടിൽ നിന്ന് കിട്ടുന്ന പിരിവ് കൊണ്ട് നാട്ടിലെ ചിലവ് നടത്തുക, നാട്ടിൽ നിന്ന് പിരിവ് വീട്ടിലെ ചിലവുകൾക്ക് ഉപയോഗിക്കാം. കാരണം നാട്ടിന് വേണ്ടിയാണല്ലോ നമ്മുടെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഊളിയം, ആ ഊളിയം ഇത്തിരി കൂടുതലായിപ്പോയി. കാരണം
ഇവിടെ PV എന്ന പേരിൽ പിണറായി വിജയൻ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ കറുത്ത 4 കോടി രൂപ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ മകൾക്ക് ഇങ്ങനെ ചാനലൈസ് ചെയ്ത് കൊടുത്തതാണ് വലിയ പണിയായിരിക്കുന്നത്. 2 തലങ്ങളിലാണ് ഇപ്പോൾ പിണറായി വിജയൻ വന്ന് വെട്ടിലായിരിക്കുന്നത്. ഒന്ന്, പിണറായി വിജയനെ ഇന്നലെ സംരക്ഷിക്കാനായി അവിടെ എത്തിയ രക്ഷാപ്രവർത്തകർ 1ഉം 2ഉം അല്ല 300 പേരുണ്ട് എന്നാണ് സ്റ്റേറ്റ് പോലീസിൻ്റെ കണക്കുകൾ. ഇത് സംബന്ധിച്ച രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ മുന്നിലുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ED ഉദ്യോഗസ്ഥരുടെ നേർക്ക് നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് കേന്ദ്ര ഇൻ്റലിജൻസ് കൈമാറിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തോട് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നീക്കം സംസ്ഥാന പോലീസിന് മനസ്സിലായി. കേന്ദ്ര ഇൻ്റലിജൻസ് ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളുടെയും വിവരം ശേഖരിക്കുമ്പോൾ കേന്ദ്രം നോക്കുന്നത് ആ മോബ് ഒരു വയലൻ്റ് മോബായിരുന്നു. ആ മോബിൽ ഏതെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ ഉണ്ടായിരുന്നോ? മുമ്പ് നമുക്കറിയാം PFI പോലുള്ള സംഘടനകൾ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അത്തരം കേസുകളുള്ളവരുണ്ടോ? ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കങ്ങൾ എങ്ങനെ നടന്നു? കാരണം ഏറ്റവും വലിയ സംശയം ഉണ്ടാക്കുന്നത് ഇവരുടെ കയ്യിൽ കുറേയധികം ചീമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ചീമുട്ട, ഈ ചുടുകട്ട, ഇത്തരം ആയുധങ്ങളുമായി എങ്ങനെയാണ് ആ മോബ് അവിടെ എത്തി? അപ്പോൾ ഒരു പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലേക്ക് ഇൻ്റലിജൻസ് സംവിധാനം കൈമാറുമ്പോൾ കൂടുതൽ അലേർട്ടാകും, കേന്ദ്രം അലേർട്ടാകും. കേരള പോലീസിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരന്തരം ബന്ധപ്പെടുന്നു. ലോക് ഭവനിൽ നിന്ന് നിരന്തരം കാര്യങ്ങൾ, ഓരോ മണിക്കൂറിലും ഈ കേസിൻ്റെ ഗതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ കേരള പോലീസിന് ഈ കേസിൽ ഒരു വീഴ്ചയ്ക്കും ഇനി സ്കോപ്പില്ല. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ 18 പേരെ പിടിച്ചകത്തിട്ടു. ഈ 300 പേരെക്കുറിച്ചുമുള്ള സമഗ്ര വിവരങ്ങൾ അവർ ശേഖരിച്ചു. ഇവരാണ് പെട്ടുപോകുന്നത്. കാരണം ഈ അകത്ത് പോകുന്ന ഒരാൾക്കും ഇനി ജാമ്യം കിട്ടില്ല 2-3 വർഷത്തേക്ക്. വളരെ സീരിയസ് ഒഫൻസാണ്. 2 കേസാണ്. ED ഉദ്യോഗസ്ഥരെ മാത്രമല്ല, പോലീസിനെ ആക്രമിച്ചു എന്ന കേസുമുണ്ട്. ഇതിൽ വെള്ളം ചേർത്താൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അപ്പോൾ തന്നെ CBI എത്തും, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെടും, കാര്യങ്ങൾ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ പിണറായി വിജയന് മുന്നിൽ വലിയ പ്രതിസന്ധി. ഒന്ന്, തന്നെ രക്ഷിക്കാനെത്തിയ രക്ഷാപ്രവർത്തകരെ പിണറായി വിജയന് രക്ഷിക്കാൻ കഴിയുന്നില്ല. പണ്ട് ആലപ്പുഴയിൽ രക്ഷിക്കാനിറങ്ങിയവരെ ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരുടെ തൊഴിലും പോയി, ജോലിയും പോയി, വല്ലാത്ത അവസ്ഥയിലായി. അതിന് സമാനമാണ് ഇവിടുത്തെ കാഴ്ച. 2, ഇത് EDയെ കൂടുതൽ കോപാകുലരാക്കി. അവർ മകളെ അടപടലം പൂട്ടാനുള്ള സമഗ്ര തെളിവുകളും സംഘടിപ്പിച്ച് ഡൽഹി ED ആസ്ഥാനത്ത് നിന്ന് പെർമിഷന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അതും കൈവിട്ടു. കാലിൽ വീണ് മാപ്പി ചോദിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയില്ല. CMRLനെ കൊണ്ട് അടിയന്തരമായി ഈ കേസന്വേഷണം ഒന്ന് ഫ്രീസ് ചെയ്യിപ്പിക്കണം, സ്റ്റേ ചെയ്യിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റവും പ്രഗത്ഭ അഭിഭാഷകർ ഇപ്പോൾ ഹൈക്കോടതിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ കോടതി അനുകൂല തീരുമാനമെടുക്കും എന്നൊരു പ്രതീക്ഷ വളരെ വിദൂരമാണ്. അത്ര എളുപ്പമല്ല. ഇപ്പോൾ പൂർണ്ണമായും പിണറായി വിജയൻ ഒറ്റപ്പെട്ടു പോയി. മറുവശത്ത് പാർട്ടി ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചിലരൊക്കെ വിശദീകരിക്കുന്നുണ്ട്, പാർട്ടിക്കൊരു ഉണർവ് കിട്ടി. പിണറായി വിജയൻ ഇങ്ങനെ തേഞ്ഞൊട്ടിയപ്പോൾ പാർട്ടിക്ക് ഉണർവ് കിട്ടി. അത് നമ്മൾ പുറമേക്ക് കേൾക്കുന്നൊരു തലത്തിലല്ല. പാർട്ടിയുടെ ഉണർവ് മറ്റൊരു തലത്തിലാണ്. അതായത് പിണറായി വിജയൻ്റെ ചിറകൊടിഞ്ഞു, പിണറായി വിജയൻ്റെ കൊമ്പൊടിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഏജൻസി മകളെ അറസ്റ്റ് ചെയ്യാം, പിണറായി വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാം. അപ്പോൾ ഇനി പാർട്ടിയുടെ കാൽക്കൽ വീഴുക എന്നൊരൊറ്റ നടപടിയെ പിണറായിക്ക് മുന്നിലുള്ളൂ. പാർട്ടിക്ക് പിണറായി കീഴ്പ്പെടാനുള്ള ഒരു അവസരമാണിത്. അതാണ് ഈ പാർട്ടിക്കാരുടെ സന്തോഷം. അല്ലാണ്ട് പിണറായിയെ രക്ഷിക്കുക എന്നുള്ളതല്ല, പാർട്ടിയെ രക്ഷിക്കുക. പിണറായിയെ വീഴ്ത്തി പാർട്ടിയെ രക്ഷിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അതിന് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് ബിനീഷ് കോടിയേരിയുടെ. ബിനീഷിനെ പുഷ്പം പോലെ പിണറായി വിജയൻ ആശ്ലേഷിക്കുന്ന മട്ടിൽ പാർട്ടിയിലേക്ക് ചേർത്ത് പിടിച്ചു. പണ്ട് പിണറായി പറഞ്ഞിട്ടുണ്ട്, ഈ സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ കാര്യം. സമുദ്രം മാറോടണച്ച് വെള്ളത്തെ പുൽകി നിൽക്കുമ്പോൾ മാത്രമേ ആ തിരയ്ക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ. അവിടെ നിന്നൊരു ബക്കറ്റ് കോരിയെടുത്ത് ആ തിരയുണ്ടാവില്ല എന്ന് പിണറായി പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ ബിനീഷ് കോടിയേരി തനിക്ക് തിരയുണ്ട് എന്ന് കാട്ടിക്കൊടുത്തു ഈ പിണറായി വിജയൻ്റെ റെയ്ഡിനിടയിൽ. കോടിയേരിയുടെ മകനാണ് താനെന്ന് ഉജ്ജ്വലമായി തെളിയിച്ചു കൊടുത്തു. ഒരിക്കൽ 2023
അന്ന് 2020 23 2020 അന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. വീട്ടിൽ ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു. അന്ന് കോടിയേരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിയമ നടപടി നേരിടണം. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തനിക്കതിന് ഉത്തരവാദിത്വമില്ല. അച്ഛനെന്ന നിലയിൽ തനിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഈ കസേരയിലിരുന്ന് താൻ മകന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞൊരച്ഛൻ. അതേ സമയത്ത് ED റെയ്ഡ് തുടരുമ്പോൾ ഉച്ച കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്നെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസി കയ്യിലൊന്നുമില്ലാതെ ഇങ്ങോട്ട് വരില്ലല്ലോ, അവരുടെ കയ്യിൽ എന്ത് തെളിവുണ്ടെന്ന് നമുക്കറിയില്ല, അവർ എന്തെങ്കിലും തെളിവുകളുമായിട്ടാണ് വന്ന് ഈ റെയ്ഡ് നടത്തുന്നത് എങ്കിൽ അത് വ്യക്തിപരമായി അവർ നേരിടട്ടെ, അത് പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ ബിനീഷ് കോടിയേരി, പിണറായി വിജയൻ്റെ കുടുംബം പാർട്ടിയുടെ കുടുംബമാണ്, പാർട്ടി കുടുംബമാണ്, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട്, പിണറായി രക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരു 1.5 പ്രകടനം നടത്തി. IP ബിനു തുടങ്ങിയ സർവരും, പാളെ ഉണ്ണി തുടങ്ങിയ സർവരും, ബിനീഷ് കോടിയേരിയുടെ ചങ്ക, അവരൊക്കെ കളത്തിലിറങ്ങി. എല്ലാവരും കൂടി ED വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കും വരെ ആർക്കും ഒരു സംശയം തോന്നിയില്ല. എന്നാൽ ED വാഹനങ്ങൾ അടിച്ചു പൊട്ടിച്ച് ഇപ്പോൾ ഈ പാർട്ടി ഗുണ്ടകളൊക്കെ അഴിക്കുള്ളിലാണ്. ഇവിടെയാണ് റിസ്ക്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇവിടെ വരെ പറഞ്ഞു നിർത്തുന്നുള്ളൂ. ഇവിടമാണ് യഥാർത്ഥ റിസ്ക് പിണറായി വിജയനും MP ഗോവിന്ദനും മുന്നിലുള്ളത്. നിങ്ങളെ ആരാണ് ഈ ആക്രമണത്തിന് പറഞ്ഞു വിട്ടത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ ഇതിൽ MP ഗോവിന്ദനും പാർട്ടിയുടെ സീനിയർ നേതാക്കൾക്കും പങ്കുണ്ട് എന്നിവർ മൊഴി കൊടുത്താൽ അവരും അകത്താകും. അപ്പോഴേക്കും കേന്ദ്രം CBI ഒരു അന്വേഷണത്തിലെത്തി ഏതെങ്കിലും തരത്തിലൊരു UAPA ചുമത്തിയാൽ MP ഗോവിന്ദനൊക്കെ വർഷങ്ങളോളം പോയി ജയിലിൽ കിടക്കും. ആർക്കെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ? അപ്പോൾ ഈ അപകടം പിണറായിക്ക് മനസ്സിലായി. ഇപ്പോൾ ബിനീഷിനെ എങ്ങനെയെങ്കിലും ചേർത്ത് പിടിച്ച് ഈ കേസിൽപ്പെട്ടവരുടെ മൊറയിൽ കളയാതിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് ബിനീഷിനെ തിരിച്ച് പാർട്ടിയിലെടുത്തു. 2000-ലാണ് 2023 മുതൽ പാർട്ടി അംഗത്വത്തിന് വേണ്ടി പുറകെ നടക്കുക ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരിക്ക് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട ദുരന്തം ഒടുവിലൊരു അനുഗ്രഹമായി തിരികെ കയറി. എന്തായാലും ബിനീഷ് ആള് പൊളിയാണ്. ഇവിടെ ഇപ്പോൾ പിണറായി വിജയനാണോ മകളെ കുടുക്കിയത്, മകളാണോ പിണറായി വിജയനെ കുടുക്കിയത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം പിണറായിക്ക് മകൾ ഒരു വീക്ക്നെസ് ആണ്. മകളോട് അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് പെൺമക്കളോടൊരു താല്പര്യം കൂടുതലാണല്ലോ, സ്നേഹം കൂടുതൽ ഉള്ളതാണ്. പക്ഷേ ഇത് എല്ലാ കാര്യത്തിലും ഈ സ്നേഹം കൂടുതലാകുമ്പോൾ ഇതിപ്പോൾ അച്ഛനേക്കാൾ വലിയ ക്രിമിനൽ മകളായോ, മകളേക്കാൾ വലിയ ക്രിമിനൽ അച്ഛനായോ എന്നൊക്കെയുള്ള ചില പരിഹാസങ്ങൾ, ട്രോളുകളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം വീണയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടല്ല പിണറായി ഒരു പഴി കേൾക്കുന്നത്. ഇവിടെ സാസുറായി കോളേജിന് വേണ്ടി വലിയ അടിയും ഒക്കെ ബഹളവും നടക്കുമ്പോൾ പിണറായി മകളെ കൊണ്ടുപോയി കോയമ്പത്തൂരിൽ ചേർത്ത ഒരാളാണ്. അപ്പോൾ മകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് മകൾക്ക് വേണ്ടി ആകുമ്പോൾ ചില മൂല്യങ്ങളൊക്കെ ഞാനെടുത്ത് ചവിട്ടുകൊട്ടയിലിടും എന്ന് മുൻപ് തന്നെ പിണറായി തെളിയിച്ചിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം, നമുക്ക് ഈ CPM നേതാക്കളുടെ മക്കളുടെ കാര്യത്തിലേക്ക് കൂടി ഒന്ന് വരണം. അതായത് മക്കളെ ആരെയും നാട്ടിൽ നിർത്താൻ ഇവരാരും തയ്യാറല്ല. വലിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറയുന്ന നേതാക്കളുടെ മക്കളൊക്കെ അങ്ങ് വിദേശത്താണ്. അപ്പോൾ അടുത്ത ഒരു തലമുറ പാർട്ടിയെ ഇനി നയിക്കേണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളൊന്നും വേണ്ട, തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരായിക്കോട്ടെ എന്നുള്ളൊരു നിലപാട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മണ്ടന്മാർ കോൺഗ്രസ്സുകാരാണോ എന്ന് തോന്നും. കാരണം കോൺഗ്രസ്സുകാരുടെ മക്കളെല്ലാം ഇവിടെ കിടന്ന് ഈ അധികാരത്തിന് വേണ്ടി അടിയോടടിയാണ്. ആ സമയത്താണ് ഇവിടെ കോടാനുകോടി സ്വത്തുമൊക്കെ ആയിട്ട് CPMകാരുടെ മക്കളൊക്കെ വിദേശത്ത് വിപ്ലവം പറയുന്നവരാ. അല്ല, ഈ മക്കളെ വിദേശത്തേക്ക് അയക്കുന്നത് നമുക്ക് കോൺഗ്രസ് ഇടതുപക്ഷം എന്നൊന്നും വേർതിരിക്കാൻ കഴിയില്ല. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ച് ബെർലിൻ കുഞ്ഞനന്ദ നായർ ഒരിക്കൽ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നല്ലോ, സ്വാശ്രയ കോളേജിൽ എങ്ങനെയൊക്കെ വളർത്തിയ കൊച്ചാണ്, സ്വാശ്രയ കോളേജിൽ വിട്ട് ഇത്ര ഓമനിച്ച് പുന്നരിച്ച് വളർത്തിയൊരു കൊച്ചാണ്. അതൊക്കെ ഇങ്ങനെ ഒടുവിൽ വന്ന് വലിയ ഒരു വിവാദത്തിലാകുമെന്നും ഒരു കേന്ദ്ര ഏജൻസിയുടെ പിടിയിലേക്ക് പോകുമെന്നും ഒരച്ഛൻ കരുതുമോ? അപ്പോൾ ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അത്രയേറെ വ്യാകുലപ്പെടുന്നുണ്ടാവും, വ്യസനിക്കുന്നുണ്ടാവും, വേദനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പക്ഷേ ജനം പറയുന്ന ഇതൊക്കെ പിണറായി വിജയൻ അനുഭവിച്ചേ പോവുള്ളൂ, അത്രയേറെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ജനം പറയുന്നത്. ഒരു സിമ്പതി അത്രയില്ല പൊതുസമൂഹത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന്, ഒരിടത്തു നിന്നുമില്ല. കുറച്ചുകൂടെയൊക്കെ ജനങ്ങളോടൊന്ന് വളരെ ലളിതമായി ഇടപെട്ടിരുന്നെങ്കിൽ, ഒരു സ്വാഭാവിക പ്രതികരണങ്ങൾ ആ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നെങ്കിൽ, മറ്റുള്ളവരോടൊരു സഹാനുഭൂതി കാട്ടിയിരുന്നെങ്കിൽ, ഒരു മാനുഷിക സ്നേഹത്തിൻ്റെ കണിക ആ മുഖത്തുനിന്ന് പ്രസരിച്ചിരുന്നെങ്കിൽ, പിണറായി വിജയൻ എന്ന ഒരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്കൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ
ഒരു പക്ഷേ സ്വന്തം മകൾക്കുണ്ടായ ഈ ദുരന്തത്തിൽ കേരളം വേദനിച്ചേനെ. പക്ഷെ അതൊന്നും അർഹിക്കാത്ത തലത്തിലേക്ക് പിണറായി വിജയൻ എങ്ങനെ മാറി? ഇനിയൊരു ആത്മപരിശോധന നടത്തി തിരുത്താനുള്ള ജീവിതമൊന്നും ബാക്കിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു ചിരഞ്ജീവി അല്ലല്ലോ മനുഷ്യൻ. യുവത്വവും മധ്യ വയസ്സും വാർദ്ധക്യവും ഒക്കെ അനിവാര്യതയാണല്ലോ. വാർദ്ധക്യത്തിൻ്റെ അവസാന വാതായനങ്ങളിൽ നിൽക്കുമ്പോഴും മനുഷ്യന് ആർത്തി തീരുന്നില്ല. ആർത്തി അവനെ കൊണ്ടേ പോകൂ. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. വീണ്ടും ഒരു തിരിച്ചുവരവ് ഒരുപക്ഷെ ആ മനുഷ്യൻ സ്വപ്നം കാണുന്നുണ്ടാവാം. എൻ്റെ അപ്പൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് ആ മകളും സ്വപ്നം കാണുന്നുണ്ടാവാം. എന്തായാലും വീണ വിജയൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് നമ്മൾ എങ്ങനെ വർണ്ണിച്ചാലും അതിനൊരു ഒടുക്കമില്ല. അതിങ്ങനെ ഇപ്പോൾ പ്രതീക്ഷയും വിഹുവലതകളും ഉള്ളിൽ നിന്നും പുറമേക്കുമൊക്കെ നീണ്ടുപോകുന്ന യുദ്ധങ്ങളിലൂടെ അതിങ്ങനെ തുടരുന്നു. പക്ഷേ ഇ ഡി വെറുതെ വിടില്ല. കാരണം അത്രയേറെ ഇ ഡി ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചു, അവരെ വളരെയേറെ വേദനിപ്പിച്ചു. അതിന് താൻ അറിയാതെ തൻ്റെ ആരാധകർ സമാധാന പ്രകടനത്തിൻ്റെ പേരിൽ ചെയ്തതാണ് എന്നൊക്കെ പിണറായി വിജയൻ വിശദീകരിച്ചാലും ഒന്നും അത്ര ദഹിക്കുന്നതല്ല. തെളിവുകളോടെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിയുന്നില്ല എങ്കിൽ കേരളത്തിലെ BJP യുഗം അസ്തമിക്കും. കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഈ കാര്യങ്ങളെത്തും. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വീണയുടെ ഒരു അവസ്ഥ പരിതാപകരമാണ്. കാരണം വരുന്ന മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യലിലേക്കുള്ള കാര്യങ്ങൾ കടക്കും. അടുത്ത ഘട്ടം അതാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ചോദ്യം ചെയ്യലല്ല, ഒരു മൊഴിയെടുക്കലല്ല, ഉറപ്പായും ഒരു അറസ്റ്റിലേക്കായിരിക്കും പോകുന്നത് എന്നുള്ള വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പിണറായി നെട്ടോട്ടത്തിലാണ്. അവസാന നിമിഷം വരെ മകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അതിനുവേണ്ടി ഒരുന്ന് പയറ്റി നോക്കുകയാണ് പിണറായി. അത് എവിടം വരെ ഫലവത്താകുമെന്ന് നമുക്ക് ഇതെല്ലാം കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്നുള്ളത്. കൂടുതൽ ചർച്ചകൾ